ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ടു ആഷീസി കിച്ചൻ. നമുക്കിന്നേ നല്ലൊരു റെസിപ്പി പരിചയപ്പെട്ടാലോ? അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കണേ. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് പാല്, ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. വാനില കസ്റ്റാർഡ് പൗഡറാണ് ഇത്. ഞാൻ ഈ ഒരു വാനില കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ, നന്നായിട്ട് നിന്ന് കട്ടകളില്ലാതെ കലക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴുത്ത ഒരു മാമ്പഴം എടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് തൊലി കളഞ്ഞ ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് പൾപ്പാക്കി വെക്കാവേ. അപ്പം ഞാനിവിടെ നല്ല പഴുത്ത ഒരു മാങ്ങയെ ഇപ്പോൾ എടുത്തിട്ടുള്ളേ. ഇനിയുണ്ടല്ലോ, നമുക്ക് 1/2 ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാല് വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്ന സമയത്തെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് കൈ വിടാതെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ മാങ്കോയുടെ പൾപ്പ്, ആ പൾപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുത്ത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കണേ. ഇപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ച ശേഷം നമുക്കിനി പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ബ്രെഡ് വെച്ച് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടിയുടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സാധാ ബ്രെഡാണെങ്കിലും മതി. പക്ഷേ ഈ ഒരു ബ്രെഡ് വെച്ച് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണേ ബ്രെഡ് കൊണ്ട്. അപ്പോൾ ഇതേ ബ്രെഡൊക്കെ ഒന്ന് ലെയറാക്കി കൊടുത്ത ശേഷം നല്ല ചൂടോടുകൂടി തന്നെ മാംഗോ കസ്റ്റാർഡ് മിൽക്കില്ലേ, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ആ ലെയർ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടെ ബ്രെഡ് അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ അടുക്കി കൊടുക്കണേ. ബ്രെഡൊന്ന് ലെയർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മാംഗോ കസ്റ്റാർഡ് മിൽക്കും കൂടെ ഇതേപോലെ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്താൽ മതിയേ. ഇനി അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ മാംഗോ സീസണിൽ നമുക്ക് ഈ ഒരു ഡെസേർട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് മാംഗോയുടെ പൾപ്പ് ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത മാംഗോ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതിയേ. ഡെക്കറേഷൻ കുറച്ച് കൂടിപ്പോയെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള ഡെസേർട്ട് തയ്യാറാണ്. നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറേബ്യൻ മാംഗോ പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ മാംഗോ ഒരുപാട് കിട്ടുന്ന ഈ ഒരു സീസണിൽ നിങ്ങൾ നല്ല മധുരമുള്ള, പുളിപ്പൊന്നുമില്ലാതെ മധുരമുള്ള മാംഗോ വെച്ച് ഉറപ്പായിട്ട് ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു പീസ് എടുത്തങ്ങോട്ട് കഴിക്കാൻ തോന്നില്ലേ, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ, എന്തൊരു നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണേ. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.